അപ്പോൾ ഞാനിന്ന് കുറച്ച് ഈത്തപ്പഴം അടക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഈത്തപ്പഴമൊക്കെ പഴുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവാം. എല്ലാം പഴുത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കാം. ഇത് വലയിട്ട് വെച്ചെന്ന് വെച്ചാൽ കിളി കുത്തുന്നതാണ്. പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തൊഴിയും പോയി വലയ്ക്കകത്ത് വീഴാൻ കണക്കാക്കിയാണ് നമ്മളിപ്പോൾ വലയിട്ടേക്കണം കേട്ടോ. ഇതാ പഴുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതാ കണ്ടില്ലേ. ഇനി ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നല്ലോണം പഴുക്കും കേട്ടോ. ഇപ്പോൾ പഴുത്തിട്ടുണ്ട്, ഞാൻ അടക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഈത്തപ്പഴം പഴുത്തിട്ടുള്ളത് കണ്ടോ. കണ്ടില്ലേ, ഈത്തപ്പഴം പഴുത്തിട്ടുണ്ട്. പഴുത്ത് കഴിഞ്ഞാൽ ഇവിടെ മൂട്ടി ചെയ്ത് ഇങ്ങനെ ചുവന്ന് വരും കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ നമുക്കൊരു 5-6 എണ്ണം നമുക്ക് അടുത്തെടുക്കാം. വേറെ ഇവിടെയൊക്കെ ഉണ്ട്. കണ്ടില്ലേ. ഇനി മൊത്തത്തിൽ പഴുക്കണമെങ്കിൽ ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ മൊത്തത്തിൽ പഴുക്കും. ഇതിപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞ് നമുക്ക് കുറേശ്ശെ ഇങ്ങനെ അടുത്തെടുക്കാം. കണ്ടില്ലേ, നല്ലോണം പഴുത്തില്ലേ. ഇത് നല്ല മധുരമായിരിക്കും കേട്ടോ. ഈ സമയത്തൊക്കെ കഴിച്ചാൽ നല്ല മധുരമായിരിക്കും. കറയുടെ അംശം കാണില്ല. നമുക്ക് ആവശ്യമുള്ളതൊക്കെ അടുത്തെടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മുതലാളിക്ക് അങ്ങനെ നമ്മൾ പറിച്ച് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും പറയത്തില്ല. കണ്ടില്ലേ, ആവശ്യം പോലും ഉണ്ട്. ഒരെണ്ണം നല്ല വൃത്തി ഉണങ്ങി പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അടിപൊളിയായിട്ട് നല്ല വൃത്തി ഉണങ്ങിയതാണ് കേട്ടോ. ഇത് വേറെ ഇവിടെ ഉണ്ട് കേട്ടോ, വേറെയും കാണിച്ചു തരാം. ഇതിലും പഴുത്തതൊക്കെ ഉണ്ട്, പക്ഷെ അതിന് കോണിയിൽ കയറണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.